നമ്മള് പെട്ടുപോയല്ലോടാ. എന്നെ തോൽപ്പിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കൂടെ നിന്നപ്പോഴൊന്നും അവൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ അവള് അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു. എടാ മക്കളെ, നമ്മളെ തകർത്ത് കളഞ്ഞല്ലോടാ. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതില് അല്പം പേടിയുണ്ടെന്ന് ഞാൻ അമ്മാവനോട് പറഞ്ഞിരുന്നില്ലേ? അന്ന് പണത്തിന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ എടാ, ആ സാമ്യമുണ്ടല്ലോ, കമ്പനിയിലെ കണക്കെഴുത്തുകാരൻ, അയാളോടാ ചെന്ന് ചോദിക്കേണ്ടത്. അയാളോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളെ പണം വാങ്ങിച്ചു എന്നുള്ളത് സത്യമല്ലേ? ഈ തവണകൾ മുടങ്ങിയതും സത്യം. അവർക്ക് നിയമപരമായ മാർഗങ്ങളുണ്ട്. അവരെ പണം സ്വരൂപിക്കുന്നത് ഏതിൽ നിന്നൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ലെന്നല്ലേ അവര് മറുപടി പറയൂ. എടാ, നീ പിന്നെ എന്തോ ഇപ്പൊ ഉദ്ദേശിക്കുന്നേ? മക്കളേടാ, നമ്മുടെ കൈ ശൂന്യ കേട്ടോ. കൈ മാത്രമല്ല, മനസ്സും. സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അതിനൊരു മാർഗം മനസ്സിൽ തോന്നുന്നതാ. ഇതൊന്നും തന്നെ തോന്നുന്നില്ല. രഘുവും സ്ഥലത്തില്ല. അയാൾ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ധാരണ അദ്ദേഹമായിട്ട് ഉണ്ടാക്കാമായിരുന്നേ. ഇതിപ്പോ വേണ്ട മാവാ. ഇനിയൊരു ബാധ്യത ആരോടും ഉണ്ടാക്കാൻ വയ്യ. വിപിനും വീണയും വേണമെങ്കിൽ പ്രതികാര ബുദ്ധിയോടെ നീങ്ങിയാല് നമുക്കുള്ളതെല്ലാം അവർക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. ഒരുപക്ഷെ നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. അമ്മാവൻ എന്നോട് വിഷമമുണ്ടോ? മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചിട്ടെല്ലാം നശിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? നീ എന്തൊക്കെയാ ഈ ചോദിക്കുന്നേ? എടാ മക്കളെ, നീ അറിഞ്ഞോണ്ടൊന്നും സംഭവിക്കുന്നതല്ലോ. ഇറക്കി വിടണമെങ്കിൽ ഇറക്കി വിടട്ടെ. എനിക്ക് തെരുവിധിക്കാൻ എന്താ പ്രയാസം? എന്റെ കൂടെ നീയില്ലേ? അതിനേക്കാളും വലുതൊന്നും രാമകൃഷ്ണന് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട. അമ്മാവ, എടാ, നീ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഭർത്താവിന് എന്തെങ്കിലും തകർച്ച ഉണ്ടാവുമ്പോഴേ ഭാര്യമാരുടെ മനസ്സിലെത്തിച്ചേരുന്ന ചില ചിന്തകളുണ്ട്. എടാ, ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന്. നിത്യയുടെ മനസ്സിലും ചിലപ്പോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ തന്നെ ഭാഗ്യമില്ലാത്ത ജന്മമാണെന്ന് അവള് ഇടയ്ക്കിടയ്ക്ക് സ്വയം പറയാറുണ്ട്. മോനെ, അവൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവരുത്. എന്ത് വന്നാലും ഒന്നിച്ച് നേരിടാമെന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ടാവണം. ആ ധൈര്യം അവൾക്ക് കൊടുക്കുകയും വേണം. അത് നേരിടുകയും ചെയ്യണം. கடவுளே, தலையில் இருந்த பாரம் எல்லாம் போய் நம்ம குடும்பம் ஒரு நல்ல நிலையில வந்துட்டே இருந்தது. அதுவும் இப்படியாச்சு. அம்மா, நீங்க முன்பு அடிக்கடி ஜோல்சரை விழிச்சு பார்த்து பிரச்சனை எல்லாம் பார்க்கலையா? இதுவும் கொஞ்சம் பார்த்துடம்மா. ஏதோ திருஷ்டி நம்ம குடும்பத்துமே വീണിരിക്കാമെന്ന് பார்க்கலாமா? ആരുടെ ദൃഷ്ടിയാ വീണതെന്നറിയാൻ ജോത്സ്യരെ വിളിക്കേണ്ട കാര്യം എന്താ ശരവണ? ആ ആളുകൾ തന്നെയല്ലേ നമ്മളോട് സംസാരിച്ചിട്ട് പോയത്. ഹരി, തളർന്നു പോകരുത്. സന്തോഷം മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ വീട് പെട്ടെന്ന് മരിച്ച വീടിന്റെ അവസ്ഥയായി. ഇനിയും ഇതിനെ ആരാ ഒന്ന് കരകയറ്റാൻ? ഞാനൊരു തീരുമാനം പറയാം. അങ്ങനൊരു മാർഗം മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. എന്താ മോനെ? ആന്റി, നമ്മൾ ഇതിനെ വളരെ സിമ്പിളായിട്ട് അങ്ങ് സമീപിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മളൊരു കമ്പനി തുടങ്ങി.
അതിനുവേണ്ടി കുറച്ച് ഫണ്ട് എടുത്തു. അതിൽ നമുക്ക് നഷ്ടവും വന്നു. ബാധ്യതകളൊക്കെ നമ്മൾ തിരിച്ചു വീട്ടും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കമ്പനിക്കിടയിലുള്ളത് നിയമ നടപടികളാണ്. ഭാർഗവൻ സാറിനോടും നമ്മുടെ തൊഴിലാളികളോടൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ എത്തും. അല്ല, അവരും കൂടി അറിയട്ടെ നമ്മുടെ തീരുമാനം. അത് നീ എന്താ ഉദ്ദേശിക്കണമെന്ന് പറ. എല്ലാരും കൂടി കമ്പനിയിൽ ഒരു അവധിക്ക് അപേക്ഷിക്കുന്നു. അത് അനുവദിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവര് നിയമ നടപടിക്ക് പോട്ടെ. അയ്യോ, അല്ല, അവർക്ക് മാത്രമല്ലല്ലോ കോടതിയിൽ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്, നമുക്കും ഇല്ലേ? ഇത്തരം കാര്യങ്ങൾ ഒരു വിധി സമ്പാദിച്ചെടുക്കാൻ അവർക്ക് കുറച്ച് സമയമൊക്കെ വേണ്ടിവരും. ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ഇതാ എന്റെ തീരുമാനം. ഹരി, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിക്കല്ല. വീണയും വിപിനും ഒക്കെ ആ കമ്പനിയുടെ ഭാഗമാണെന്ന് അറിഞ്ഞല്ലോ ഇപ്പോ. അപ്പോ അവര് നിയമ നടപടിക്ക് പോവാതെ വേറെന്തെങ്കിലും രീതിയിൽ